رمضان هذا شهر الغفران يغفر ذنبي رحمن زدني من الإيمان يا رحمن أعن على الصيام أعن على القيام في شهر رمضان. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ 13 ഡേയ്സ് റമദാൻ ചലഞ്ചിൻ്റെ 2ാം ദിവസം ആണ് ഇന്ന്. ഇന്നലത്തെ വീഡിയോക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മക്കളെ കുറിച്ചാണ്. റമദാൻ എന്നാൽ വെറും പട്ടിണിയല്ലെന്നും അത് നന്മകൾ ചെയ്യാനുള്ള മാസമാണെന്നും അവർക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം, അതിനുള്ള ആൻസറാണ് ഈ വീഡിയോ. ഈ ഗുഡ് ഡീഡ് ജാർ മാജിക് ജാറാണ്. മക്കൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയെയും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശിക്ഷയേക്കാൾ ഉപരിയായി സ്നേഹത്തിലൂടെയും പ്രശംസയിലൂടെയും അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ രീതിയാണിത്. ഓരോ നന്മക്കും ഇതിൽ നിന്ന് അവർക്കൊരു റിവാർഡ് ലഭിക്കും. ഇത് ഉണ്ടാക്കൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വലിയ പണത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. വീട്ടിലെ ഒരു പഴയ ഗ്ലാസ് കുപ്പി ഭംഗിയായിട്ടൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക. മക്കൾക്കൊപ്പം ഇരുന്ന് ഇതിൽ സ്റ്റിക്കറുകളോ ലൈറ്റുകളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, അതാണ് ഓരോ ഡേയ്സിന് വേണ്ടിയിട്ട് എഴുതാനുള്ള എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർ സാധാ പേപ്പർ എടുത്താലും മതി. എന്തെങ്കിലും ഒരു പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഓരോ 13 ഡേയ്സിനുള്ളത് ഓരോ ദിവസവും ഓരോ പേപ്പറിലാക്കിയിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ നന്മകൾ എഴുതുക. ലൈക്ക് സലാം പറയുക, അല്ലെങ്കിൽ ഉമ്മേനെ ഹെൽപ്പ് ചെയ്യുക, ഖുർആൻ ഓതുക, സലാത്ത് ചെല്ലുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ ഈ 13 ഡേയ്സ് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ. يسر لي حفظ القرآن واحفظني من زلة لساني أعظني من. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ കൂടി നമ്മളെ കൂടെ കൂട്ടാം. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു 13 ഡേയ്സ് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒരു റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ദിവസം അവർ ഇതിൽ നിന്ന് ഓരോ പേപ്പർ എടുത്തിട്ട് ആ ഒരു നല്ല കാര്യം ചെയ്യണം. ഇങ്ങനെ നമ്മൾ 13 ഡേയ്സ് ചെയ്യുമ്പോഴേക്കും കുട്ടികളിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇനി ഇത് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ തമ്മിൽ വഴക്കിടുന്നത് കുറഞ്ഞിട്ട് പകരം നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവരുടെ നല്ല സ്വഭാവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 13 ഡേയ്സ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ടാസ്ക്. അപ്പോൾ ഈ റമദാനിൽ നിങ്ങളും ഇത് പരീക്ഷിക്കുക. يا رحمن يا رحيم يا كريم يا غفار يا حنان. നമ്മൾ എങ്ങനെ ചെയ്യുന്നുവോ അത് കണ്ടിട്ടാണ് മക്കളും വളരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ മെമ്മറിയിലും കൂടുതലായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഈ ഒരു റമദാൻ അവർക്ക് നല്ല കളർഫുൾ മെമ്മറി ആയിട്ട് എന്നും മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാസ്ക് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. ഇതൊരു ടാസ്ക്കായിട്ട് ചെയ്യാതെ ഈ റമദാനിൽ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണിത്. പാരന്റിങ് എന്ന് പറഞ്ഞത് നല്ല ഇൻറ്റൻഷനോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനും നമ്മുടെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഡേ 3 ഇതിനേക്കാളും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൂടി നമ്മുടെ ഈ ഒരു ജേണിയിൽ കൂട്ടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.